കൂട്ടുകാരെ ഇതോ ആ പൈപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നോക്കിയാലോ നമുക്ക്. ഇന്നൊരല്പം റിസ്കി ജോബാണ്, നോക്കാം നമുക്ക്. ദാണ്ട കൂട്ടുകാരെ, ആദ്യത്തെ ഡ്രില്ലിംഗ് ആണ്. പൈപ്പ് കണക്ട് ചെയ്യുന്നത് ഒരല്പം റിസ്കി ആയിട്ടാണ്. ആ ഷെയ്ഡിൽ നിന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തെടുത്തത്. താഴോട്ട് ഇറക്കുന്ന പൈപ്പിൻ്റെ ആദ്യത്തെ ഡ്രില്ലിംഗ് ആണ് കൊടുക്കുന്നത്. മഴവെള്ളത്തിൻ്റെ ട്രെയിൻ വാട്ടറാണ് നമ്മൾ താഴോട്ട് ഇറക്കുന്നത് കേട്ടോ. നമ്മുടെ വർക്കിൽ ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ റിസ്കി ജോബ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരേ ഒരു പൈപ്പ് ഇറക്കുന്നതിന് വേണ്ടി താഴേന്ന് നമുക്ക് സ്കഫോൾഡ് സെറ്റ് ചെയ്ത് വരുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, നമ്മുടെ മുമ്പിൽ ഇത് സെറ്റ് ചെയ്ത് ഇറക്കാൻ മറ്റു മാർഗ്ഗങ്ങളുണ്ട് എങ്കിൽ, അല്പം റിസ്ക് എടുക്കാൻ തയ്യാറാണ് എങ്കിൽ എളുപ്പം ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള ജോബ് വരുമ്പോൾ നമ്മൾ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം, മാക്സിമം സേഫ്റ്റി നോക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. 3/4 ഇഞ്ച് പൈപ്പ് പോലെ സിമ്പിളായിട്ട് നമുക്ക് 3 ഇഞ്ച് പൈപ്പിലെ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അതും ഇത്രയും ഹൈറ്റിലിരുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന കാര്യം അല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി ഇതാ അടുത്തത് വന്നിട്ടുണ്ട്. ദാണ്ട ആ 2 പൈപ്പുകൾ നമുക്ക് കണക്ട് ചെയ്ത് താഴെ കൊണ്ടുവരണം. ഇവിടെയും അല്പം റിസ്ക് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ലാഡർ ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ലാഡറിന് ആ ഷെയ്ഡിന് ചെറിയ ചരിവുള്ളത് കൊണ്ട് തന്നെ ആ ലാഡറിന് ചരിവുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ഇത് എന്നെക്കൊണ്ട് കഴിയും, ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസോട് കൂടി അങ്ങ് സെറ്റ് ചെയ്ത് കയറുകയാണ്. വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ വേണമല്ലോ സെറ്റ് ചെയ്തെടുക്കാൻ. അതിനുവേണ്ടി താഴെ നിന്ന് തന്നെ പ്ലാൻ ചെയ്യണം. മേളിൽ കയറി നിന്ന് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. ചെറുതായിട്ട് ആ ലാഡർ ഒന്ന് മാറ്റി കേട്ടോ, ഒരല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. ഇരുട്ടായതുകൊണ്ട് വലുതായിട്ട് കാഴ്ച എത്തുന്നില്ലായിരിക്കും, എങ്കിലും നമ്മളത് സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സോളാർ ലൈറ്റിനെ കുറിച്ചൊരു കഥ പറയാം. വന്നാട്ടെ കൂട്ടുകാരെ. നമ്മുടെ ഈ വീട്ടിൽ ഫുള്ള് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാക്ക് സൈഡിലൊന്നും ഒരു പോയിന്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിപ്പൊളിക്കാതെ ഇത് മൊത്തം പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന വീടാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പുതിയൊരു ലൈറ്റ് വരുന്നുണ്ട്. ഇത് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റാണ്, സോളാറിൻ്റെ. ഇതിന് അത്യാവശ്യം വെട്ടം ഉണ്ടാവും. രാത്രിയിലിട്ട് ഇത് ഫിറ്റ് ചെയ്ത് രാത്രി നമുക്ക് കാണാം. എന്നാൽ പിന്നെ നമുക്ക് ആ ലൈറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്താലോ കൂട്ടുകാരെ. ഈ ലൈറ്റിന് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല, ആകെ 2 ഡ്രില്ല് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഈ ലൈറ്റുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരുപാട് ഓൺലൈനിലൊക്കെ ഉണ്ട്, കടകളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 499 രൂപയാണ് ഒരു സെറ്റിന്. മൊത്തം 6 ലൈറ്റാണ് വാങ്ങിയത്. ആ 6 ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം നോക്കാം ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങളൊന്നും. നമ്മുടെ വർക്കിൻ്റെ ശബ്ദം കേട്ടിട്ടാണോ ഇനി അതോ ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ ഇവൻ എത്തി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു തേരട്ടം. അവനെ എനിക്ക് അങ്ങോട്ട് തട്ടിക്കളയാൻ തോന്നിയില്ല. അവൻ്റെ ആ ഒരു നടത്തവും ഓട്ടവും ഒക്കെ കണ്ടിട്ട് ഒരു കുസൃതി തോന്നി. അപ്പോഴൊരു വീഡിയോ എടുത്തതാണ്. അവൻ്റെ ആ ഒരു ഓട്ടം നോക്കി. നമുക്ക് ഈ സോളാർ ലൈറ്റ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം റിസൾട്ട് അറിയാം അല്ലേ കൂട്ടുകാരെ. ഒന്ന് കൈവച്ച് നോക്കിയേക്കാം കത്തുന്നുണ്ടോന്ന്. കത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ ഫിനിഷാണ്, സെറ്റാണ്. വൈകുന്നേരം അറിയാം റിസൾട്ട്. അങ്ങനെ ആ ലൈറ്റെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പ് വർക്കിലേക്ക് പോയി. തൊട്ടപ്പുറത്ത് കുറച്ച് ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് ആ പൈപ്പ് താഴെ എത്തിക്കണമായിരുന്നു. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മളത് നിറവേറ്റി. മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാം പരിപാടി സെറ്റാക്കിയെടുത്തു. ഇരുട്ടായി തുടങ്ങി. സോളാറിൻ്റെ ഓരോ ലൈറ്റുകൾ കത്തി. അത്യാവശ്യം വെട്ടമുണ്ട്, എങ്കിലും വലിയ പ്രകാശമില്ല. തൊട്ടിപ്പുറത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ ലൈറ്റുകളുണ്ട് കേട്ടോ. അത്രയും വെട്ടമൊന്നും ഇതിനില്ല. ഏണിക്കകത്ത് കയറി കഴിഞ്ഞാൽ കാലിൻ്റെ ഒരു കാര്യം, കാലിൻ്റെ അവസ്ഥ നിലത്ത് കുത്താൻ പറ്റത്തില്ല. ഭയങ്കര വേദനയാണ്. കൂട്ടുകാരുടെ അഭിപ്രായത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കും വേദന? നമ്മുടെ ആ വേദനയൊക്കെ മറക്കുന്നത് ആ ക്ലയൻറ്റിൻ്റെ ഒരു സഹകരണം, വെള്ളവും ചായയും. എന്താ വേണ്ടതെന്നാ ചോദ്യം. നമ്മൾ ചോദിക്കാത്തതിൻ്റെ ഒരു പരാതിയും പരിഭവവും മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായാൽ കമൻറ്റിൽ കൂടി അറിയിക്കണേ. അപ്പോൾ ബൈ. ഓക്കെ.